എനിക്ക് നമ്മുടെ കോളേജിലെ HODയുടെ നിറച്ചും രോമമുള്ള കയ്യിലൊന്ന് ഉമ്മ വെക്കണം. ദീപ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ ജോണിനോട് ഇഷ്ടമാണെന്ന് പറയണം. ജ്യോതി പറഞ്ഞു. എനിക്ക് അഷ്റഫിന്റെ കൂടെ ഇരുന്ന് സിനിമ കാണണം. ഷമീന പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന റസിയയുടെ ആഗ്രഹം എന്താണെന്ന് കേൾക്കണ്ടേ? ആ ആഗ്രഹം കേൾക്കാനായി ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കൂ. നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഉണ്ണിയാർ എഴുതിയ വാങ്ക് എന്ന പുസ്തകത്തെ കുറിച്ചാണ്. അപ്പോൾ ഇനി നേരിട്ട് കഥയിലോട്ട് തന്നെ കടക്കാം. കോളേജ് വിദ്യാർത്ഥിനികളായ അടുത്ത കൂട്ടുകാരികളാണ് ദീപ, ജ്യോതി, ഷമീന, പിന്നെ കഥാനായിക റസിയ. കോളേജ് കഴിയാൻ ഇനി ഒരു മാസം ബാക്കി മാത്രമിരിക്കെ അവർ പരസ്പരം അവരുടെ ആഗ്രഹങ്ങൾ പറയുകയും അത് എങ്ങനെ നിറവേറ്റാം എന്നാലോചിക്കുകയുമാണ്. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ദീപ ആദ്യമായി അവളുടെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് നമ്മുടെ ഹെഡിന്റെ നിറച്ചും രോമമുള്ള കയ്യിലൊന്ന് ഉമ്മ വെക്കണം. അത് കേട്ടതും ജ്യോതി അവളുടെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിലെ ജോണിനോട് ഇഷ്ടമാണെന്ന് പറയണം. കുറേ നാളായി ഞാൻ അവനെ നോട്ടമിട്ട് നടക്കണം. ജ്യോതിയുടെ കോഴിത്തരം കേട്ട് എല്ലാവരും ചിരിച്ചപ്പോഴേക്കും ഷമീനയുടെ ആഗ്രഹം പറഞ്ഞ് എനിക്ക് അഷ്റഫിന്റെ കൂടെ ഇരുന്ന് സിനിമ കാണണം. മൂന്ന് പേരും അവരുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞിട്ടും റസിയ മാത്രം ഒന്നും മിണ്ടിയില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തേ? ജ്യോതി ചോദിച്ചു. ഒന്നുമില്ലെന്ന് റസിയ തലയാട്ടി. ഒരു തരം അലമ്പ് പണി കാണിക്കരുത്. ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ ക്ലാസ്. അതിനു മുമ്പ് നമുക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ദീപക്ക് ദേഷ്യം വന്നു. ഇത് കേട്ടതും റസിയ ഒന്നും മിണ്ടാതെ ക്ലാസ്സിന് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്റെ റസിയ, നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയേ. ഷമീന റസീനയുടെ മുഖം തിരിച്ച് പറഞ്ഞു. കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കണമെന്നില്ല. അതാ പറഞ്ഞ് എന്തായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. റസിയ തലയിൽ നിന്നും വഴുതി പോയ തട്ടം തിരിച്ചിട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും ഒന്ന് നോക്കി. കൂട്ടുകാരികൾ ആകാംക്ഷയോടെ ഇരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുവോ? എൻ്റെ കൊച്ചേ, നിനക്ക് പ്രിൻസിപ്പാളിനെ കെട്ടിപ്പിടിക്കണോ അതോ രണ്ടെണ്ണം അടിക്കണോ? അതുമല്ല, ഇനിയിപ്പം ആരുടെയെങ്കിലും കൂടെ കിടക്കണോ? ഷമീന ചോദിച്ചു. നീ എന്താ വേണ്ടതെങ്കിൽ പറഞ്ഞോ, ഞങ്ങളില്ലേ, ധൈര്യമായിട്ട് പറഞ്ഞോ. റസിയ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് തൻ്റെ സ്വമേധയായുള്ള ചിരിയോടെ അവൾ പറഞ്ഞു. എനിക്കൊന്ന് ബാങ്ക് വിളിക്കണം. പെട്ടെന്ന് അവരുടെ ഇടയിൽ ഒരു നിശബ്ദത വന്നു. ഷമീന അപ്പോൾ തന്നെ നിശബ്ദതയെ ദേഷ്യം കൊണ്ട് പുറത്താക്കി. നീ എന്ത് ഭ്രാന്തായി പറഞ്ഞ്? വേറെ ആരും കേൾക്കണ്ട. റസിയ അപ്പോഴും അതേ ചിരിയോടെ ചോദിച്ചു. എന്തിനും കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട്? എൻ്റെ കൊച്ചെ, കൂടെയൊക്കെയുണ്ട്. ചെറിയൊരു പേടിയോടെ അവൾ തുടർന്നു. ഇമ്മാതിരി പണിക്കൊന്നും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അത്ര കുഴപ്പമാണോ? ജ്യോതിക്ക് സംശയമായി. അതെ, മതവും ദൈവമൊക്കെ തൊട്ടാൽ കത്തുന്ന ഏർപ്പാടാ. അത് വിട് കൊച്ചേ, വേറെ വല്ലതുമിണ്ടേ പറ, ദീപ പറഞ്ഞു. റസിയ ഒന്നും മിണ്ടിയില്ല. എടി, നീ ഒന്നുകൂടി ആലോചിച്ച് ഒരു ഗുണമുള്ള പരിപാടി പിടിക്കേ. ഷമീന റസിയയുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. ഇത് തൽക്കാലം നമുക്ക് വേണ്ട. റസിയ ഒന്നും പിന്നെയും മിണ്ടിയില്ല. അന്ന് കോളേജ് വിട്ട് തിരിച്ചു പോകുമ്പോൾ ജ്യോതി ചോദിച്ചു. നിനക്ക് ബാങ്ക് വിളിക്കണമെന്ന് അത്ര ആഗ്രഹമാണോ? റസിയ തലയാട്ടി. 5 വയസ്സുള്ളപ്പോഴാണ് റസിയ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നത്. മൃഗശാലയിലെ ആദ്യത്തെ കൂടിനുള്ളിലെ മൃഗത്തെ കണ്ടപ്പോൾ തന്നെ റസിയ കരയാൻ തുടങ്ങി. അതൊന്നും ചെയ്യില്ലെന്ന് ഉമ്മയും വാപ്പയും എത്ര പറഞ്ഞിട്ടും റസിയ കരച്ചിൽ നിർത്തിയില്ല. കരച്ചിലിനുള്ളിലൂടെ റസിയ ആ കൂട് തുറക്കാൻ വാപ്പയോട് പറഞ്ഞു. തുറന്ന് അത് നമ്മളെ ഉപദ്രവിക്കുമെന്ന് വാപ്പ പറഞ്ഞു. റസിയ അതൊന്നും കേട്ടില്ല, നിർത്താതെ കരഞ്ഞു. അങ്ങനെ റസിയയുമായി ഉമ്മയും വാപ്പയും പുറത്തു വന്നു. ഇനി ഒരിടത്തും ഈ അസത്തിനെയും കൊണ്ടുവരില്ലെന്ന് വാപ്പ ശപഥം ചെയ്തു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ജുമാ നിസ്കാരത്തിനായി വാപ്പ പാളയം പള്ളിയിലേക്ക് പോയി. റസിയയും ഉമ്മയും പള്ളിക്ക് മുന്നിലെ മാർക്കറ്റിലെ അടഞ്ഞു കിടന്നിരുന്ന ഒരു കടയുടെ പടിയിലിരുന്നു. റസിയ അപ്പോഴും കരയുകയായിരുന്നു.
പെട്ടെന്നാണ് ജുമയുടെ ബാങ്ക് വിളി റസിയയുടെ അടുത്തേക്ക് വന്നത്. റസിയ ബാങ്കിന്റെ മധുരത്തിലേക്ക് നോക്കി. അവൾ കരച്ചിൽ നിർത്തി. ആകാശത്തിലെ ഉച്ചവെയിലിനേക്കാൾ ഉയരത്തിൽ ആ ശബ്ദം വിടരുന്നത് നോക്കിക്കിടന്ന് റസിയ ഉറങ്ങിപ്പോയി. തിരിച്ച് കോട്ടയത്തേക്ക് വരുമ്പോൾ റസിയയുടെ ഇരു കാതുകളിലും ആരും കാണാതെ ബാങ്ക് വിളിയുടെ സംഗീതം ഒരാഭരണം പോലെ ചേർന്നിരുന്നു. അന്ന് രാത്രി അടുക്കളയിൽ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയോട് കുശലം പറയവേ ഈ ആഗ്രഹം റസിയ പറഞ്ഞു. അരുത്, വേണ്ട, പാടില്ല എന്നൊന്നും ഉമ്മ പറഞ്ഞില്ലെങ്കിലും ഒന്നും മിണ്ടാതെ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അവൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടി. അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കെ കുറേ ആലോചിച്ചു. ഒരു സ്ത്രീ പള്ളിയിൽ കയറി ബാങ്ക് വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന്? അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? പിറ്റേ ദിവസം കോളേജിൽ ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നിടത്തേക്ക് ദീപ ഓടി വന്നു. റസിയയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ദീപ പറഞ്ഞു, ഉമ്മ വെച്ചു. ആദ്യം ആരും വിശ്വസിച്ചില്ല. ദീപ ഷമീനയുടെ അടുത്തേക്ക് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, കണ്ടോ, ആവി പറക്കുന്നത് കണ്ടോ? ഷമീന പറഞ്ഞു, ശരിയാ, ഒരു മണിപ്രവാള ഗന്ധം. മലയാളം ഡിപ്പാർട്ട്മെന്റിലെ പുസ്തക അലമാരകൾക്കിടയിൽ നിന്നിരുന്ന വർമ്മസാറിന്റെ കയ്യിൽ നിന്നും കേരള പാണിനീയം വാങ്ങുന്നതിനിടെ കൈത്തണ്ടയിൽ പെട്ടെന്നൊരു ഉമ്മ കൊടുത്തിരിക്കുന്നു ദീപ. ദീപ അങ്ങനെ അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു. വർമ്മസാറിന്റെ രോമം നിറഞ്ഞ കയ്യിൽ അവൾ ആഗ്രഹിച്ച ആ ഒരു മുത്തം നൽകി. പാണിനിയിൽ തൊട്ടതിനാൽ ഇനി മുതൽ നീ പാണിനി. ദീപയെ നോക്കി റസിയ പറഞ്ഞു. അവരെല്ലാവരും ചിരിച്ചു. ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ ഇംഗ്ലീഷിലെ ജോണിനെ ഇഷ്ടമാണെന്ന് പറയാൻ ജ്യോതി തീരുമാനിച്ചു. ജോണിന്റെ അടുത്ത് എത്തും മുമ്പ് ജ്യോതി ചെറുതായി ഒന്ന് കിതച്ചു. അതുകൊണ്ട് തന്നെ ജ്യോതിയുടെ നിൽപ്പാകെ അളന്നിട്ടാവണം ജോൺ പറഞ്ഞു, കൊച്ചെ, ഞാനും തൻ്റെ ക്ലാസ്സിലെ കൃഷ്ണകുമാറും തമ്മിൽ ഇഷ്ടാ. അതുകൊണ്ട് ആദ്യം ജ്യോതി എന്ത് പറയണമെന്നറിയാതെ ഒരു അമ്പരപ്പിൽ നിന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ കൂട്ടിക്കൊണ്ടുവന്ന ഇച്ചിരി ശക്തിയിൽ പറഞ്ഞു, അത് സാരമില്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്. ജോൺ ചെറിയൊരു കരച്ചിലോടെ ജ്യോതിയോട് പറഞ്ഞു, അങ്ങനെ പറയരുത് ജ്യോതി, എന്നെ ഒരു ബ്രദറിനെ പോലെ. ജോണിന്റെ ആ വാചകത്തിനുമേൽ ജ്യോതിയുടെ ക്ഷമയില്ലായ്മ അല്പം ഉച്ചത്തിൽ ശബ്ദിച്ചു. അതൊന്നും പറ്റത്തില്ല, എൻ്റെ വീട്ടിലെ ആങ്ങളമാരെ തട്ടിയിട്ട് നടക്കാൻ മേല. ജോൺ നിസ്സഹായനായി ജ്യോതിയെ നോക്കി നിന്നു. താൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നവന് ഒരു ആണിനോടാണ് ഇഷ്ടമെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു സങ്കടം വന്നു. കുറച്ച് ദിവസത്തേക്ക് ആ സങ്കടം ജ്യോതിയുടെ കൂടെ ഒരു കാറ്റ് പോലെ ചുറ്റി നടന്നിരുന്നു. പിന്നെ അതിൽ നിന്നും പുറത്തു വന്നത് ഷമീനയുടെ കൂടെ സിനിമയ്ക്ക് പോയപ്പോഴാണ്. ഷമീന അഷറഫിന്റെ അടുത്തിരുന്ന് സിനിമ കണ്ടു. അഷറഫിന്റെ കൂട്ടുകാരൻ ജ്യോതിയുടെ അടുത്തും. തിയേറ്ററിൽ ഇരുട്ട് വീണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അഷറഫിന്റെ കൂട്ടുകാരൻ പതുക്കെ ജ്യോതിയോട് ചോദിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ? കഴിവേറി തന്തയില്ലാത്തരം പറയുന്നു എന്നൊക്കെ ചോദിക്കുവാൻ നാവ് ഉയർന്നു വരുന്ന ആ സമയമുണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ പഞ്ഞി പോലെ നേർത്ത ഒരു കൈ ജ്യോതിയെ വന്നങ്ങ് ചേർത്തു. ഒരു ഉമ്മയോ അല്ലെങ്കിൽ വിരലുകൾ പതുങ്ങി പതുങ്ങി വന്ന് മുലകളിലേക്ക് നടക്കുകയോ ഒന്നും ചെയ്തില്ല. സിനിമ കഴിഞ്ഞു പോകുമ്പോൾ നല്ലൊരു ചിരി ജ്യോതിക്ക് അഷറഫിന്റെ കൂട്ടുകാരൻ കൊടുത്തു. അതെ, ഉടുപ്പെല്ലാം ചുളുങ്ങി. തിരിച്ചു പോകും വഴി ഷമീന ചെറിയൊരു നാണത്തോടെ ചോദിച്ചു, ആളുകൾക്ക് സംശയം വല്ലതും തോന്നുവോ? ജ്യോതി പക്ഷേ അതിനല്ല മറുപടി പറഞ്ഞത്. ആ ചെറുക്കന് ശരിക്കും തണുത്തിട്ടാവോ അവൻ അങ്ങനെ ചെയ്തത് അല്ലേ? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കോളേജ് അടയ്ക്കും. റസിയയുടെ ആഗ്രഹത്തിന് മാത്രം ഒരു തീരുമാനമായില്ല. അതേ റസിയ, ജ്യോതി പറഞ്ഞു, നീ വേറെ എന്തെങ്കിലും ആഗ്രഹം പറയേ, മറ്റേതങ്ങ് വിട്. അതെ, എന്ത് അലമ്പും പറഞ്ഞോ, ഞങ്ങൾ കൂടെയുണ്ട്. ഷമീന റസിയയുടെ തലയിൽ തൊട്ടു. പടച്ചോനെയാണ് സത്യം. റസിയ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നിട്ട് പറഞ്ഞു, അതല്ലാതെ എനിക്ക് വേറൊരു ആഗ്രഹവും ഇല്ല. ഇതിന് വട്ട. ദീപയ്ക്ക് ദേഷ്യം വന്നു.
കളിക്ക് ഒരു കാര്യം പറയുമ്പോൾ വെറുതെ സീരിയസ് ആയിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് വന്നോളും. തൽക്കാലം ഈ കളി ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. ആ, അതാ നല്ലത്, ഷമീനയും പറഞ്ഞു. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അത് ക്രോസ് ചെയ്തിട്ടുള്ള വിപ്ലവം ഒന്നും വേണ്ട. ഷെമി, ഞാൻ വിപ്ലവം ഒന്നും നടത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ഒരു ആഗ്രഹമല്ലേ പറഞ്ഞത്. ഇതെനിക്ക് കൊച്ചുനാള് മുതലേ ഉള്ളതാ. ഈ പ്രായത്തിൽ വേറെ എന്തൊക്കെ തോന്നും, അതൊന്നും നീ എന്താ പറയാഞ്ഞ്? നടക്കാത്ത കാര്യം തന്നെ പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നീ അതിനെന്തിനാ അവളോട് ചൂടാവുന്നേ? ജ്യോതി ദീപയോട് ചോദിച്ചു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ദീപ ബാഗും എടുത്ത് ഇറങ്ങിപ്പോയി. ഷമീന ദീപയ്ക്കൊപ്പം ഇറങ്ങും മുമ്പ് റസിയോട് പറഞ്ഞു, അതെ കൊച്ചേ, നീ ദീനിയായ ഒരു പെണ്ണ് ആവാൻ നോക്ക്. ജ്യോതിക്ക് ഷമീന പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. രണ്ടുപേരും കുറച്ചു നേരം കൂടി ക്ലാസ്സിലിരുന്നു. തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ജ്യോതി ചോദിച്ചു, നീ അത് ശരിക്കും പറഞ്ഞതാണോ? റസിയ തലയാട്ടി. നാളെ നിനക്ക് ബാങ്ക് വിളിക്കണോ? വേണ്ട, റിസിയ പറഞ്ഞു. പിന്നെ? വരുന്ന വെള്ളിയാഴ്ച ജുമയ്ക്ക്. ജുമ എന്താണെന്ന് ജ്യോതിക്ക് അറിയില്ലെങ്കിലും വെള്ളിയാഴ്ച മതിയെന്ന് അവൾക്ക് മനസ്സിലായി. നമുക്ക് ഒന്നിച്ചു പോവാം, ജ്യോതി പറഞ്ഞു. എവിടെ? ഇവിടെ അടുത്ത്. 10-15 കിലോമീറ്റർ പോയാൽ ചെറിയൊരു കാടുണ്ട്. അവിടെയാകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവിടെ പോകുന്നതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നമെന്ന് ചോദിച്ച് റസിയ സ്നേഹത്തോടെ ജ്യോതിയുടെ കയ്യിൽ പിടിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ റസിയ കുട്ടിക്കാലത്ത് പാളയം പള്ളിയിൽ നിന്ന് കേട്ട വാങ്കുവിളിയുടെ സംഗീതം ഓർത്തു. സംഗീതം ദൈവത്തിലേക്കുള്ള ക്ഷണമാണെന്ന് തോന്നുന്ന അപൂർവ നിമിഷമായി റസിയയ്ക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ തന്നെ വെല്ലുമ്മയുടെ നിസ്കാരക്കുപ്പായവും വലിയൊരു അടുപ്പും ഒന്തയിൽ വൊലു എടുക്കുവാനുള്ള വെള്ളവുമായി റസിയ കോളേജിന് മുന്നിൽ വന്നു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജ്യോതി വന്നു, കൂടെ ഒരു സമപ്രായക്കാരനും. ഇത് അഷറഫിന്റെ കൂട്ടുകാരനാ, ജ്യോതി ചിരിയോടെ പറഞ്ഞു. ഞാനന്ന് പറഞ്ഞില്ലേ? റസിയ തലയാട്ടി. അങ്ങോട്ട് ബസ്സും ഓട്ടോയും ഒന്നുമില്ല, നീ ഇവന്റെ ഒപ്പം ബൈക്കിൽ പോയി വാ. അങ്ങനെ അവൾ അവന്റെ ബൈക്കിന് പിന്നിൽ കയറി. കുറേ നേരം ബൈക്കിൽ സഞ്ചരിച്ച ശേഷം ഇരുട്ടിലേക്ക് വളർന്നു പന്തലിച്ച മരങ്ങൾക്കിടയിലൂടെ അവർ നടന്നു. ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് കടന്നൽ കൂടുണ്ട്, ഒരു മരം ചൂണ്ടി അവൻ പറഞ്ഞു. ഞാൻ കടന്നലിനെ കണ്ടിട്ടില്ല, റസിയ പറഞ്ഞു. കുത്താൻ വന്നാൽ കാണാൻ നിൽക്കണ്ട, ഓടിക്കോണം. അത് കേട്ടതും അവൾ ചിരിച്ചു. കാടിന് പുറത്ത് 2 ബൈക്ക് ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഷാപ്പിലേക്ക് പോയ 2 ചെറുപ്പക്കാർ അവരുടെ യാത്ര പാതിയിൽ നിർത്തി കാടിലേക്ക് കയറിയത്. ഇലകളും കൊമ്പുകളും വകഞ്ഞ് അവർ നടക്കുമ്പോൾ മരങ്ങൾക്ക് അപ്പുറം ഒരു ആണിന്റെയും പെണ്ണിന്റെയും ശബ്ദവും മുന്നിൽ നടന്നു പോകുന്നതും കണ്ടു. ചെറിയ പെണ്ണാണ്, ഒരാൾ പറഞ്ഞു. ചെറുക്കനും ചെറുതാണല്ലോ, മറ്റേയാൾ പറഞ്ഞു. അയാൾ തലയാട്ടിയിട്ട് ചോദിച്ചു, അവന്മാരെ കൂടി വിളിക്കണ്ടേ? വേണം, എന്നാൽ സമയം കളയണ്ട. അയാൾ കാടിന് പുറത്തേക്ക് ഓടി. റസിയ അവനോട് സമയം ചോദിച്ചു. അവൻ സമയവും പറഞ്ഞു. അതല്ലേ പടിഞ്ഞാറ്? അവൾ ദിക്ക് ചൂണ്ടി. അതെ. അന്നേരം കാടിന് പുറത്തേക്ക് പോയവനോടൊപ്പം 2-3 പേര് കൂടി വന്നു. അവർ ചെടികളെ മെതിച്ച് കയ്യിലെ വാക്കത്തി കൊണ്ട് തടസ്സം വന്ന കൊമ്പുകളെ വകഞ്ഞ് ഉള്ളിലേക്ക് കുതിച്ചു. പെട്ടെന്ന് കാറ്റിനെയും ഇലകളെയും അവരുടെ കാലുകളെയും നിശബ്ദമാക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ബാങ്ക് മുഴങ്ങി. പച്ചപ്പ് നിറഞ്ഞ ആ ഇരുട്ടിൽ നൂറ്റാണ്ടുകളുടെ തിരകൾ തൊട്ട് തെളിയിച്ച ആ നാദം ആകാശത്തിന്റെ തുഞ്ചത്തും മണ്ണിന്റെ ആഴത്തിലേക്ക് ഉയരം വെച്ച വേരുകളിലും തൊട്ടു. അതെ, സംഗീതം ദൈവത്തിലേക്കുള്ള ക്ഷണമാണെന്നുള്ള അപൂർവ നിമിഷം. തിരിച്ചു വരുമ്പോൾ റസിയയ്ക്ക് കാടിനുള്ളിലെ ഇരുട്ടിൽ നിൽക്കുന്നവരെ അപരിചിതരായി തോന്നിയില്ല. റസിയ അവരെ നോക്കി ചിരിച്ചു, പക്ഷെ അവർ ചിരിച്ചില്ല. അങ്ങനെ റസിയയുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം ജുമാ നേരത്ത് 40-ൽ കൂടുതൽ മരങ്ങളെയും കുറച്ച് മനുഷ്യരെയും സാക്ഷിയാക്കി ഉച്ചത്തിൽ മധുരമാർന്ന സ്വരത്തിൽ ഒരു ബാങ്ക്. വീണ്ടും നല്ലൊരു കഥയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.